അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ മുന്നൊന്ന് കേക്ക് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പൊങ്ങും, അതേപോലെ ചിലപ്പോൾ നന്നാവില്ല, അങ്ങനെയൊക്കെ ഇരുന്ന് ഓരോ വീഡിയോ കണ്ടിട്ടൊക്കെ ഉണ്ടാക്കുക. ഇത് എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ, അവളുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ കേക്ക് ഒരിക്കലും ഫെയിലായിട്ടില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടലുണ്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ റെഡിയാക്കിയിട്ട് വെക്കേണ്ടത് കേക്ക് ടിന്നാണ് കേട്ടോ. ഞാൻ ഈ സ്റ്റീലിൻ്റെ ഒരു ഡവറാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്യണതും കൂടി കാണിച്ചിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പർ എടുത്തിട്ട് 4ആയിട്ട് മടക്കുക, എന്നിട്ട് അതിനെ ഒന്നും കൂടി മടക്കിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യണത് അതിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൽ അളവെടുക്കുക, ഇതേപോലെ. എന്നിട്ട് ഹാഫ് കിട്ടുന്ന അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ പാത്രത്തിൻ്റെ കറക്റ്റ് റൗണ്ടായിട്ട് വരും കേട്ടോ. പിന്നെ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അലൂമിനിയത്തിൻ്റെ പാത്രമാണല്ലോ നല്ലത്, നല്ല ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഞാൻ സ്റ്റീലിൻ്റെ ഡവറാണ് എടുത്തിട്ടുള്ളത്. അലൂമിനിയത്തിൻ്റെ ആകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്. ഞാൻ കുറച്ച് ഓയിലിട്ടിട്ട് ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. കൈകൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടായിട്ട് തടവിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഓയിൽ പരട്ടിയതിൻ്റെ മുകളിലേക്ക് ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി തൂക്കി കൊടുത്താലും മതി ഓയിൽ പരട്ടിയതിന് ശേഷം. ഇനി നമുക്ക് കേക്കിന് വേണ്ടി മറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ 1 കിലോൻ്റെ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 4 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി 2 പാത്രം എടുത്തിട്ട് ആ മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും വേറെ വേറെ ആക്കണം. മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും വേറെ വേറെ എടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ വെള്ളം മാത്രം ഇട്ടിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. നേരെ മറിച്ച് മഞ്ഞയും കൂടിയും കൂട്ടിയിട്ടാണ് ബീറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര ക്രീമി ആയിട്ട് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് വേറെ വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇത് അതേപോലെ 4 മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും വേറെ വേറെ ആക്കി എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മുട്ടൻ്റെ വെള്ളം നല്ല പോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. മുട്ടൻ്റെ വെള്ളയിലേക്ക് മഞ്ഞ പെടരുത് കേട്ടോ, നല്ല പോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ കേക്കിലേക്ക് 1/2 കപ്പ് ഐസിങ് ഷുഗറാണ് ഇട്ട് എടുക്കുന്നത്, പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത്. അത് മുട്ടൻ്റെ വെള്ളയിലേക്ക് പകുതിയും യെല്ലോയിലേക്ക് പകുതിയായിട്ടിട്ട് എടുക്കുക. എന്നിട്ട് മുട്ടൻ്റെ വെള്ളയിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മുട്ടൻ്റെ മഞ്ഞ ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കുക. നേരത്തെ ബാക്കിയുള്ള പഞ്ചസാരയും അതേപോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ. മുട്ടൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് വാനില എസൻസ്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഒരു കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് എടുക്കുന്നത്. ഞാൻ 1 കപ്പ് നിറച്ചെടുക്കുന്നില്ല, വടിച്ചിട്ടാണ് എടുക്കുന്നത്. ഇതേപോലെ 1 കപ്പ് എടുത്തിട്ട് അതൊന്ന് ലെവലാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. മൈദപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും അരിച്ചിട്ട് എടുക്കണം നല്ലത്. അതിലെന്തെങ്കിലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് കേക്ക് മാവ് ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കില്ല, മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഞാൻ ഇതേപോലെ ഒരു അരിപ്പെടുത്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ അരിച്ച മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. ഇനി മുട്ടൻ്റെ വെള്ളയും മഞ്ഞയൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ വിസ്കും ബീറ്ററൊന്നും ഇനി വേണ്ട കേട്ടോ. ഇനി സ്പൂണോ കയ്യിലോ വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത്. എന്താ വെച്ചാൽ മുട്ടൻ്റെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ പിന്നെ കേക്ക് നന്നായിട്ട് പൊങ്ങൂല അത്രേ. അപ്പോൾ മുട്ടൻ്റെ വെള്ളം ചേർക്കുന്ന സമയത്ത് അധികം മിക്സ് ചെയ്യാത്തതാണ് നല്ലത്. കുറച്ചീച്ച പൊടി ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ചീച്ച വെള്ളയും മുട്ടൻ്റെ വെള്ളയും ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ 1 സൈഡിലേക്ക് മാത്രമായിട്ട് ഇളക്കാൻ നോക്കുക. ഇതേപോലെ കയ്യിൽ 1 സൈഡിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഇളക്കാൻ നോക്കുക. സ്പീഡിൽ ഇളക്കരുത്, സോഫ്റ്റായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വരാനും അതുപോലെ സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ബാക്കിയുള്ള ഈ മുട്ടൻ്റെ വെള്ളയും മൈദപ്പൊടി ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക.
കേക്കിലേക്ക് ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഓയിലൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. പിന്നെ മുട്ടയുടെ വെള്ള വേറെ ഇങ്ങനെ എടുത്ത് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ അത്യാവശ്യത്തിന് മിക്സായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ അടുപ്പത്താണ് വെക്കുന്നത്, ഓവനിലല്ല കേട്ടോ. അടുപ്പത്താണ് വെക്കുന്നത്. ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടാണ്. അത് നേരത്തെ ഞാൻ ചൂടാക്കാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് ഇളക്കുന്ന കാരണമാണ് കേട്ടോ അത്ര ടൈം എടുക്കുന്നത്. ഇനി നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ കേക്ക് ടിന്നുണ്ടല്ലോ, അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിലത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു ടൂത്ത് പിക്കോ കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒരു വരഞ്ഞു കൊടുക്കുക. അതും നല്ലതാണ്, എയർ ബബിൾ പോകാൻ വേണ്ടിയിട്ട്. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഇത് ശ്രദ്ധിക്കുക. ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ ബേക്ക് ചെയ്യണത്. 10 മിനിറ്റ് മുമ്പേ ചൂടാക്കി വെച്ചിരുന്നു. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ബേക്ക് ചെയ്യാനുള്ള ഈ ബാറ്റർ അതിലേക്ക് ഇറക്കി കൊടുക്കുക. നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ മൂടിക്ക് ഹോൾസ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ടിഷ്യൂവിൻ്റെ കഷ്ണമോ പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ട് അത് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ മൂടിൻ്റെ ഇത് ലോക്ക് ഇട്ടിട്ടാണ് ഇത് ചെയ്യണത്. പിന്നെ എനിക്കിത് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 50 മിനിറ്റോളം എടുത്തു കേട്ടോ. ഓരോരുത്തരുടെ അടുപ്പിനനുസരിച്ചിട്ട് ടൈം മാറ്റമുണ്ടാവും. ഞാൻ 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ അറിയാമല്ലോ, സൈഡിലൊക്കെ ഗോൾഡൻ കളറായിട്ടുണ്ട്. പിന്നെ വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ടൂത്ത് പിക്കോ കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുക. ടൂത്ത് പിക്ക് ക്ലീൻ ആണെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. മാവ് അതിലായിട്ടുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി വെക്കുക. ഞാനിപ്പോൾ ഇത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റാൻ നോക്കുക. ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി കേക്കിൻ്റെ മുകളിൽ നിന്ന് ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റുക. പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കേക്ക് ചൂടാറിയതിൻ്റെ ശേഷം കട്ട് ചെയ്യാൻ നോക്കുക. ചൂടാറുന്ന വരെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഒരു തുണിയിൽ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് ബർത്ത്ഡേക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുക കേക്ക്. ഇതിലേക്ക് ഇനി ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഒന്നുകൂടെ. ഇപ്പം തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്കും കിട്ടും പെർഫെക്റ്റായിട്ട് ഇതേപോലെ സോഫ്റ്റായിട്ടുള്ള കേക്ക് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കേക്ക് നന്നായിട്ട് വരികയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.